നമസ്കാരം. ടി വിയും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഒരാൾ തുറന്ന് അല്ലെങ്കിൽ നോക്കിപ്പോകുന്ന സമയത്ത് കാണുന്നൊരു സംഭവമാണ് CMRലും എക്സാലോജിക്കും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മകനും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ. പക്ഷേ CMRലിൻ്റെ ഗുരുതരമായ ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഈ വിവരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ കേരളത്തിലെ ഒട്ടുപിന്നത ആൾക്കാരും സന്തോഷിക്കുകയും ചിലർക്ക് ഞെട്ടുകയും ചെയ്തു. ഞെട്ടിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു. ഇപ്പോൾ CMRL എന്ന് പറയുന്ന ആ സ്ഥാപനത്തിനെ കൊണ്ട് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരോ കേരള ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ സമ്പാദിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. കേരള ഹൈക്കോടതിയിൽ എന്തുകൊണ്ടൊരു സ്റ്റേ കിട്ടി എന്ന് ചോദിച്ചാൽ ഹൈക്കോടതി ജഡ്ജിക്ക് അത് മനസ്സിലാവാത്തതൊന്നും അല്ല സ്റ്റേ കിട്ടിയത്. അവിടെ ഞങ്ങളെ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും ഇവർ ഈ CMRൽക്കാർക്ക് കൊടുക്കേണ്ട പല രേഖകളും ശരിക്കും പരിശോധിക്കാതെയാണ് SFIO എക്സാലോജിക്കിൻ്റെ പേരിലും വീണ വിജയൻ്റെ പേരിലും CMRL കമ്പനിക്കെതിരെയും നടപടിയും കുറ്റപത്രവും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് കുറേ രേഖകൾ ഹാജരാക്കുന്നതിനും അത് ആ കുറ്റപത്രം കുറ്റമറ്റ അല്ല എന്നുമാണ് അവരുടെ വാദം. സാധാരണഗതിയിൽ ഇപ്പോൾ അതായത് കഴിഞ്ഞ മാർച്ച് പകുതിക്ക് ശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ ഹൈക്കോടതിയിൽ വരുന്ന കേസുകളിലൊക്കെ തന്നെ 2 മാസത്തെ സ്റ്റേ കൊടുത്തിട്ട് പിന്നീട് വാദം കേൾക്കുക, അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന രീതിയിലാണ് പോകുന്നത്. കാരണം ഈ സമയങ്ങളിൽ വരുന്ന ജഡ്ജിമാർ വെക്കേഷൻ ജഡ്ജിമാരാണ്. വെക്കേഷനിൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യം, ഒരു സ്റ്റേയോ അതല്ല എങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. അതുകൊണ്ടൊരു കേസ് കേട്ട് വാദം കേട്ട് വിധി പറയാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് കിട്ടിയ ഒരു ഔദാര്യം മാത്രമാണ് ഈ പറഞ്ഞ കാര്യം. എന്തായാലും തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയി ഇന്ന് കേണപേക്ഷിച്ചതിനും നമശിവായ ജപിച്ചതിനും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയെന്ന് വേണം വീണയ്ക്ക് കരുതാം. എന്തായിരുന്നാലും ചിലപ്പോൾ രാവിലെ കേസ് പോലെ നീണ്ടുപോയേക്കാം. കാരണം അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. കാരണം അതിനുള്ള അവസ്ഥകളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രാഷ്ട്രീയക്കാർ തമ്മിലൊരു അന്തർധാര എപ്പോഴുമുണ്ട്. ആ അന്തർധാരയുടെ പിൻബലത്തിലാണ് പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പിടിച്ചു നിൽക്കുന്ന പോലെ തന്നെ വീണ വിജയനെയും പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അയാൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ കേസുകൾ നീണ്ടുപോകാം. എങ്കിൽ പോലും വീണ വിജയനിലേക്കും പിണറായി വിജയനിലേക്കും എക്സാലോജിക്കിൻ്റെ കമ്പനി ഉടമകളിലേക്കും ഈ പറഞ്ഞ പ്രതികളിലേക്ക് എത്തിച്ചേരുന്നതിന് യാതൊരു തടസ്സവും SFIക്കോ ആ കോടതിക്കോ ഉണ്ടാവില്ല. എന്തായാലും ഇവർക്ക് നോട്ടീസ് അയക്കാൻ, മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അവർ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണ്. കാരണം CMRൽ കൊടുത്ത പരാതിയിൽ ഇവരുടെ പേര് ചേർത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും പ്രതിയായതുകൊണ്ടാവാം ഇവർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിനകത്ത് വലിയ കാര്യങ്ങളായുള്ളതായി കാണേണ്ട കാര്യമില്ല. ഇന്നോ നാളെയൊക്കെ ചാനൽ ചർച്ചയിൽ വരുന്നവർ ഹൈക്കോടതി സ്റ്റേ ചെയ്തല്ലോ എന്നൊക്കെ പറയും. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കോടതി പറഞ്ഞത്. അതിന് മുഖ്യമായ കാരണം ഇതാണ്: ഒരു വെക്കേഷൻ കോടതി ഇത്തരം ഒരു കേസ് എടുത്ത് കേട്ട് വിധി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് 2 മാസത്തേക്കുള്ളത് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് മാത്രം നമുക്ക് തൽക്കാലം ആശ്വസിക്കാം. നന്ദി, നമസ്കാരം.